വചനമൊഴി ആഗസ്റ്റ് 30. വചനഭാഗം 2 തെസ്സലോനി 2:1-4, മർക്കോസിന്റെ സുവിശേഷം 13:3-13. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം ഈശോ ഒലിവുമലയിൽ ദൈവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. ഈശോ അവരോട് പറയാൻ തുടങ്ങി, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും. അവർ അനേകരെ വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, യുദ്ധവാർത്തകളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അത് അവസാനമല്ല. ജനതകൾ ജനതയ്ക്കെതിരായും രാജ്യം രാജ്യത്തിനെതിരായും അണിനിരക്കും. പല സ്ഥലങ്ങളിലും ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. നിങ്ങളാകട്ടെ ജാഗരൂകരായിരിക്കുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുൻപാകെ എന്നെ പ്രതി അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടതെന്തോ അത് സംസാരിക്കുവിൻ. കാരണം നിങ്ങളെല്ലാം സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഹോദരൻ സഹോദരനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, പിതാവ് പുത്രനെയും. മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ തിരിയുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമത്തെ പ്രതി നിങ്ങൾ എല്ലാവരാലും വെറുക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് സ്ലീഹന്മാരിൽ പ്രമുഖരായ പത്രോസും യാക്കോവും യോഹന്നാനും അന്ത്രയോസും ഈശോയുടെ പക്കൽ വന്ന വളരെ രഹസ്യമായി ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴാണ് യുഗാന്ത്യം സംഭവിക്കുന്നത്? അതിന്റെ അടയാളങ്ങൾ എന്തായിരിക്കുമെന്ന്. ഈശോ തന്റെ ശ്രേഷ്ഠ ശിഷ്യരായിട്ട് പോലും അവരോട് എപ്പോഴാണ് യുഗാന്ത്യം സംഭവിക്കുന്നതെന്നോ എന്തായിരിക്കും അതിന്റെ അടയാളമെന്നോ പറയുന്നില്ല. മറിച്ച് ജാഗരൂകരായി വർത്തിക്കുവാനാണ് പറയുന്നത്. കാരണം പല വിധത്തില് വ്യാജ പ്രവാചകന്മാരും വ്യാജ പ്രബോധനങ്ങളും കടന്നു വരും. പ്രത്യേകിച്ച് ആദിമ സഭയില് ഈശോയിൽ വിശ്വസിക്കുന്നവർ പീഡകളേറ്റ് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തില്, അതുപോലെ തന്നെ യുദ്ധങ്ങളെ കുറിച്ചും മറ്റും വാർത്തകൾ ഉണ്ടാകുന്ന അവസരത്തില്, ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഇതെല്ലാം യുഗാന്ത്യത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. പ്രകാരം വ്യാജമായ പ്രബോധനങ്ങൾ നൽകുന്നവരെ സൂക്ഷിക്കുവാനാണ് ഈശോ പറയുന്നത്. ഈശോയുടെ പഠിപ്പിക്കല് അനുസരിച്ച്, ദൈവവചനമനുസരിച്ച് യുഗാന്ത്യം പ്രവചിക്കുവാനോ യുഗാന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് പഠിപ്പിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. യുഗാന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് പഠിപ്പിക്കുകയല്ല തിരുവചനം ചെയ്യുന്നത്. മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ജാഗ്രതയോടുകൂടി ഏതു നിമിഷവും യുഗാന്ത്യത്തെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകുന്ന വിധത്തിൽ വിശ്വസ്തതയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് തിരുവചനം പറയുന്നത്. നമുക്കും ജീവിതത്തെക്കുറിച്ച് ആകുലതയില്ലാതെ, യുഗാന്ത്യത്തെക്കുറിച്ച് ആകുലതപ്പെടാതെ, ജീവിതാന്ത്യത്തെക്കുറിച്ച് ആകുലതപ്പെടാതെ ഏതു നിമിഷവും ജീവിതാന്ത്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, അഭിമുഖീകരിക്കാൻ, ജാഗ്രതയോടുകൂടി വർത്തിക്കുവാൻ തിരുവചനം പ്രബോധിപ്പിക്കുന്നു. ദൈവവചനത്തിന് ചെവി കൊടുത്തുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിച്ച് മിശിഹായുടെ ആഗമനം ഏതു നിമിഷവും സ്വീകരിക്കുവാൻ തയ്യാറാകത്തക്ക വിധത്തിൽ, ഏതു നിമിഷവും സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്ന വിധത്തിൽ
വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.